ഹലോ. ബസ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കിട്ടാൻ പോകുന്നത്. ഇത് നമുക്ക് കേൾക്കണ്ടോ? ഓഡിയബിൾ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇത്ര നേരം ഇന്ത്യൻ ഇന്റർനെറ്റ്. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, എന്റെ അയ്യോ, പ്രശ്നമാണെന്ന് അറിയില്ല. എല്ലാവർക്കും കേൾക്കില്ലേന്നു? ഫർസാന കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ. ആ, കേൾക്കുന്നുണ്ട്. ശരി ഉം, ഉം. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ നമുക്ക് അടുത്ത ഓഫ്ലൈൻ ക്ലാസ് വെച്ചിട്ട് അതിൽ സെറ്റ് ആക്കണം. അപ്പോൾ ഇതിങ്ങനെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ പെരുന്നാൾ കഴിയട്ടെ നോമ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ കാര്യം നടക്കൂല. ഉള്ളത് ഒരു ഉച്ച വരെയെങ്കിലും നമുക്ക് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോകണം. മാക്രോ ആൻഡ് മൈക്രോ ടീച്ചിങ് സ്കിൽസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. മാക്രോ ആൻഡ് മൈക്രോ ടീച്ചിങ് സ്കിൽസ്. അപ്പം മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്. ചെറുതാണ്. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പാർട്ടാണിത്. സാധാരണ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പിലാണ് ചെയ്യൽ, ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ. എന്തിനാണ് ഒരു ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ഈ മൈക്രോ മാക്രോ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ സ്കൂളിലേക്ക് ഇൻറ്റേൺഷിപ്പിന് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു കുട്ടിയെ മാത്രമല്ല എടുക്കാനുണ്ടാവുക, ഒരുപാട് കുട്ടികളെ എടുക്കാനുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾക്ക് അതേപോലെ ഒരു പാരൻറ്റിനെ അല്ല നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനുണ്ടാവുക, ഒരു ഗ്രൂപ്പ് തെറാപ്പി പോലെ ഒരുപാട് പാരൻസിനെ ഒരുമിച്ച് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അത് മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് നമ്മൾ ക്ലാസ് എടുക്കുമ്പം, ഒരു 40 മിനിറ്റ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമുക്ക് ക്ലാസ് തരാൻ പോകുന്നത്. റെഡി? നമുക്ക് കുറച്ച് നേരം അതിലേക്കൊന്ന് പോകാം. ആ സ്കില്ലിനെയാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുക. മൈക്രോ ലെവലിലേക്ക് നമ്മൾ മൊത്തം കാര്യങ്ങളെ മൈക്രോ ലെവലിലേക്ക് കൊണ്ടുപോവുകയും, മൊത്തം കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചിങ് 40 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. എത്ര മിനിറ്റാ ടീച്ചിങ്? എത്ര മിനിറ്റാ? 40. 40. ഈ 40 മിനിറ്റ്സിനെ ഒന്ന് ചെറുതാക്ക്. നമുക്ക് ഇപ്പം നിങ്ങൾ ക്ലാസ് എടുക്കാൻ 20. പോവാണ്. മൊത്തം 40 മിനിറ്റിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അവിടെ? എന്തൊക്കെ ചെയ്യും? എൻട്രി ആക്ടിവിറ്റി എന്തെങ്കിലും കൊടുക്കും ആദ്യം. എന്തെങ്കിലും എൻട്രി പിന്നെ ആക്ടിവിറ്റി കൊടുക്കും. ഓക്കെ. ഉം. പിന്നെ എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയുള്ള 2-3 മെത്തേഡ്സ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യും. ഉം. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കും, 2 ഉം. ആക്ടിവിറ്റി പാർട്ട് കൊടുക്കും, 3 കൺക്ലൂഷൻ പാർട്ട് കൊടുക്കും. ഉം. ഇൻട്രൊഡക്ഷൻ ഒരു 10 മിനിറ്റ്, ഉം. കൺക്ലൂഷൻ ഒരു 10 മിനിറ്റ്, ബാക്കി അരമണിക്കൂർ നിങ്ങൾ ക്ലാസ് എടുക്കും. റെഡിയാണല്ലോ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് ഇപ്പോൾ നിങ്ങൾ ഇൻട്രോ മാത്രം പറഞ്ഞിട്ട് ഇൻട്രോയിലെ തെറ്റുകൾ മുഴുവൻ തിരുത്തുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് ഇൻട്രൊഡക്ഷൻ പാറ്റേണിൽ വരിക. അത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ വേറെ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ നടക്കുന്നതും പോകുന്നതും വരുന്നതുമായിട്ട് കാര്യങ്ങൾ, അത് നമ്മൾ സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയാം. നിങ്ങൾ എങ്ങനെ നടക്കുന്നു, എവിടെ നിൽക്കുന്നു, നിങ്ങളെ കൈ എങ്ങനെ വെക്കുന്നു, തല മാന്തുണ്ടോ ചൊറിയുണ്ടോ, കാര്യങ്ങൾ എങ്ങനെയുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ കഴിയുമ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകുന്നുണ്ടോ. ഇങ്ങനെ തുടങ്ങിയിട്ട് ബ്ലാക്ക് ബോർഡ് എങ്ങനെ ഉപയോഗിക്കുന്നു, നിങ്ങളെ ബാക്കിൽ ബ്ലാക്ക് ബോർഡ് എങ്ങനെ ഉപയോഗിക്കുന്നു, എവിടുന്ന് എവിടേക്ക് എഴുതണം, ബോർഡ് മായ്ക്കുമ്പോൾ എവിടുന്ന് എങ്ങോട്ട് മായ്ക്കണം, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എവിടെ നിൽക്കണം, ഇതൊക്കെ പഠിക്കണ്ടേ? വേണ്ടേ? ഇത് സാധാരണ ട്രെയിനിങ്ങിലാണ് പഠിപ്പിക്കൽ. ഇത് നിങ്ങളുടെ ഉം. എൽഡിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ ലക്കിയാണ്. സാധാരണ ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം, ആരെങ്കിലും ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന റോളിലേക്ക് പോകുന്നത്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഞാൻ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ചില രീതികൾ കുട്ടികൾ എന്നൊക്കെയുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു ക്ലാസ് റൂം ആകട്ടെ, നിങ്ങളാണ് ഇതിലെ ടീച്ചർ. ഓക്കെ. ഈ ടീച്ചർക്ക് ഒരുപാട് തരം കുട്ടികളെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഏതൊക്കെ തരം കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്? ഫസ്റ്റ് വൺ, പോസിറ്റീവ് ടൈപ്പ്. ടീച്ചർ എന്ത് പറഞ്ഞാലും ചിരിച്ചു തരുന്ന കുട്ടി. ഓക്കെ. ഇങ്ങനെ ഉം. ഭയങ്കര പോസിറ്റീവ് ആയിരിക്കുന്ന കുട്ടി. കണ്ടല്ലോ പോസിറ്റീവ് ടൈപ്പിനെ? യെസ്.
കണ്ടോ? ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, Yes. മുമ്പിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു കുട്ടി, വെറുപ്പിക്കല്, ഇതെന്നും ഇത് തന്നെ പറയണത്. ഇങ്ങനെ ഒരു കുട്ടി. ഓക്കെ. ഇനി മൂന്നാമത്തത്, ആ ടീച്ചർ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ആ കുട്ടി. നാലാമത്തത് ഒരു ഷൈ ടൈപ്പ് കുട്ടി. ഓ, ഇങ്ങനെ പറയാ ടീച്ചർ ചോദിക്കോ. അഞ്ചാമത്തെ കുട്ടി ആൾ നോയിങ് ടൈപ്പാണ്. എനിക്കെല്ലാം അറിയാം. ഓനക്ക് നിങ്ങൾ എന്ത് ഡയലോഗ് പറഞ്ഞാലും അവനക്ക് എന്തെങ്കിലും ഇത് പറയാണ്ടാവും. ഓക്കെ. ആറാമത്തെ കുട്ടി, എൻ്റെ അച്ഛൻ വലിയ പോലീസുകാരനാ. ഏ എലവേറ്റഡ് പ്രൗഡ് ടൈപ്പ്. ഞാൻ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, ഭയങ്കര ആണെന്ന ടൈപ്പ്. എട്ടാമത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും മൂപ്പര് എന്ത് ചെയ്യും, അതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും. എന്തെങ്കിലും ഒരു അഭിപ്രായം മൂപ്പർക്ക് മൂപ്പരുടേതായിട്ടുള്ള ഒരു അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്ന അഭിപ്രായം ഉണ്ടാവും. ഒന്നാം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരാളുണ്ടാവും. നിങ്ങൾ പറയുന്നതിനൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരാൾ. ഏ പിന്നെ ചില കുരുട്ടു ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഇതൊക്കെ നമ്മൾ എവിടെ എക്സ്പെക്ട് ചെയ്യണം? ക്ലാസ് റൂമിൽ. എവിടെ എക്സ്പെക്ട് ചെയ്യണം? നിങ്ങളെ ക്ലാസ് റൂം എക്സ്പെക്ട് ചെയ്യണം. നിങ്ങളെ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ കണ്ടത്. ക്ലിയർ ആണല്ലോ? ഈ പാറ്റേൺസിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതിൽ നമ്മൾ ഉൾപ്പെടാത്ത ഒരു ഏരിയ ഉണ്ട്. ഇതിൽ പല കുട്ടികൾക്കും പോസിറ്റീവ് ടൈപ്പ് ആവാൻ കുറലാം, പക്ഷേ പല കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റി കൂടി ഉണ്ടാവാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഏതിനും കൂടി അഡ്രസ്സ് ചെയ്യും? ലേണിംഗ് ഡിസബിലിറ്റി. ഇപ്പൊ ഈ സ്വഭാവമുള്ള ആളുകൾക്ക് ലേണിംഗ് ഡിസബിലിറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പ് വെക്കും, നമുക്ക് ഭയങ്കര തലവേദനിക്കും. കാരണം ഇതിൽ ചോദ്യം ട്രിക്കി ക്വസ്റ്റ്യൻസിലുള്ള ആൾക്കാർക്കൊക്കെയാണ് പിന്നെ LD എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം നിർത്തൂല. പിന്നെ നമ്മൾ എല്ലാം അറിയാമെന്നുള്ള ആൾക്കാണ് LD എന്നുണ്ടെങ്കിൽ അവൻ പലതും പറഞ്ഞു കൊടുക്കും, പക്ഷെ അവനക്ക് ഉത്തരമൊന്നും അറിയില്ല, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, അപ്പോൾ ആരാണ് ഒരു ടീച്ചർ, ആരാണ് ട്രെയിനർ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ തലേക്ക് കുത്തി നടക്കുന്നു എന്നുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്കൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ വ്യത്യസ്തരാണ്, പക്ഷേ പണി ഒന്ന് കൊടുക്കുന്ന പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പൊതുവെ ഇല്ല. കറക്റ്റ് അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ ചെയ്യാൻ പോകുന്നത്, പാരൻസിന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് നമ്മൾ 1-to-1 ട്രെയിനിങ് നമുക്കറിയാം. ബട്ട് നൗ വി ആർ ഗോയിങ് ടു ലേൺ എങ്ങനെയാണ് ഒരു പാരൻസിന് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ട്രെയിനറായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ട്രെയിനിങ്, ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എൻ്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവും. JCI, ജൂനിയർ ചാമ്പർ ഓഫ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിങ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാം ട്രെയിനിങ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ജൂനിയർ ചാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലെ ട്രെയിനിങ് ഓർഗനൈസേഷൻ, അതിലും ഇതേപോലെ ട്രെയിനിങ് കോഴ്സും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ 5000 രൂപയാണ് മെമ്പർഷിപ്പിന് ജൂനിയർ JCI എടുക്കാൻ. കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. തേഞ്ഞിപ്പലം മെട്രോൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കീഴിൽ മെമ്പറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം, പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന് മെമ്പർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്, വിത്തൗട്ട് ഫൈന്. ഓക്കെ, അത് പോട്ടെ, മാറ്ററിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഫർസാന ടീം എല്ലാവർക്കും എവിടെ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫർസാനൊക്കെ പിടിച്ച് മെമ്പർഷിപ്പ് കിട്ടാൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഇതേപോലെ ഇവിടെ ഭോഗില്ലേനോ? കോഴിക്കോടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണ് ഇപ്പോ? അവിടെയാണോ? ആ ശരി ശരി ശരി. ചേർന്നോ? മെമ്പർഷിപ്പ് എടുക്കാം. ആ, അവിടെ ചേർന്നോ? മോൻ ഇവിടെ മെമ്പർഷിപ്പ് മെഡിക്കൽ എടുത്താൽ കോളേജിൽ PG ഇവിടെ കിട്ടി കോളേജിൽ. ഓ, ഓക്കെ, വെരി ഗുഡ്. മെമ്പർഷിപ്പ് എടുത്താൽ ഗുണം ഈ വർഷമല്ല, ഈ വർഷം പണികളൊന്നുമില്ല. പണികളായിട്ടല്ല വരിക. നമ്മൾ ഇതേപോലെ നമ്മളെ ക്യാമ്പ് പരിപാടിയൊക്കെ നമ്മൾ നടത്തും, അതൊക്കെ അതിൻ്റെ അണ്ടറിലാവും. പിന്നെ നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം മെമ്പർഷിപ്പ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞാൽ സ്പീച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്പീച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതേപോലെയുള്ള സ്പീച്ച് സ്കിൽ ട്രെയിനിങ്, അതേപോലെ സോൺ ട്രെയിനർ വർക്ക്ഷോപ്പ് പറഞ്ഞ സോണിലുള്ള ട്രെയിനർ ആവാനുള്ള വർക്ക്ഷോപ്പ്, സോൺ ട്രെയിനർ വർക്ക്ഷോപ്പ്. അപ്പോൾ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സോണൽ ട്രെയിനർ ആകും. പിന്നെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കിട്ടും. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഒരു ലാഡറാണ്.
അതിലൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു വർഷം പൂർത്തിയായാലേ ഇതിൽ ഈ ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് അയക്കണം എന്നൊക്കെ പറഞ്ഞ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് കണക്ട് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി. ഫർസാനോട് ചോദിക്കട്ടെ, എന്നാ രണ്ടാം കൂടെ ആയാൽ ഓക്കെ ആയില്ല. ഈ വർഷം മെയിനായിട്ട് പണി ഉണ്ടാവുക, പണികളൊന്നും അല്ല ഉണ്ടാവുക. ഈ വർഷം ഉണ്ടാവുക നമ്മൾ മെമ്പർ ആവുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ചെറിയ ചെറിയ ട്രെയിനിങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയാൽ മതി, കുഴപ്പമില്ല. മെയിനായിട്ട് ചെയ്യേണ്ട ട്രെയിനിങ് അടുത്ത വർഷങ്ങളിലാണ് വരിക. പക്ഷേ ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് സ്പീച്ച് ക്രാഫ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതിൽ ഒരുപാട് ലോകമുണ്ട്, നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. ചിന്തിച്ച് ജോയിൻ ചെയ്തോളിയുണ്ട്, ഉണ്ടാവും, അവസരങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ അറിയിക്കേണ്ട ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഞാൻ അറിയിച്ച നിങ്ങൾക്ക് എവിടെ ഇപ്പൊ ഇവിടെ മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങളെ ചെമ്മാടോ അല്ലെങ്കിൽ തിരുരങ്ങാടിയോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോടോ ഒക്കെ പരിപാടി ഉണ്ടാവും, അവിടെ ഒക്കെ പോവാം. അതിനൊന്നും പ്രശ്നമില്ല. മനസ്സിലായോ? ഓക്കെ, കം ബാക്ക്. പിന്നെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ മെമ്പറാന്ന് പറയാം, JC ട്രെയിനറാന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, കം ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഏത് സെൻറ്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ മൈക്രോ ട്രെയിനിങ് സ്കിൽസ് ആണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താണ് ടീച്ചിങ്, എന്താണ് ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക, enable the teacher trainers to learn new skills in a controlled situation എന്നുള്ളതാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ. അതൊന്നും നിങ്ങൾ ടെൻഷൻ ആക്കണ്ട. ആകെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, ഇതൊക്കെ ഡെഫിനിഷൻസ് ഒക്കെയാണ്. ഒരു മൊത്തം ടീച്ചിങ്ങിനെ ചെറിയ ഒരു 5 മിനിറ്റ് ടീച്ചിങ് സ്ട്രാറ്റജിയാക്കി മാറ്റിയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മളെ മുമ്പ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുമ്പിൽ 5 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ടാവുക. അപ്പോൾ അടുത്ത നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഡേറ്റ് ഞാൻ പറയാം. നെക്സ്റ്റ് സാറ്റർഡേ എന്താ പരിപാടി നിങ്ങൾക്ക്? പരിപാടി എന്നല്ല, നെക്സ്റ്റ് സാറ്റർഡേ ഞാൻ ക്ലാസ് വെക്കട്ടെ, ഒരു 10 മണി മുതൽ. ഓഫ്ലൈനാ? അല്ല, ഓൺലൈൻ അല്ലേ? ഓൺലൈനിലല്ലേ? ഓഫ്ലൈൻ നേരിട്ടുള്ള ക്ലാസ്. എല്ലാരും ഓക്കെ ആണോ ആവോ, എങ്ങനെയാവോ? ചെങ്ങൈമാരെ നോമ്പ് കഴിയുമ്പോഴത്തേനും ഇത് പരീക്ഷ ആവൂ. നിങ്ങൾ എന്തെന്നാ പറയുന്നേ? നിങ്ങൾ സുബൈ സ്കെച്ചിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക, ഒരു 8 മണിയാകുമ്പോഴത്തേന് അക്കാദമി എത്തുക. നമ്മളൊരു 8:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങും, ഒരു 12 1 മണി വരെ ക്ലാസ്, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റുമോ? 8:30 തുടങ്ങോ? 8:30 ഞാൻ നേരത്തെ കോഴിക്കോട് തുടങ്ങാം. അല്ല, ഒരു 8:30 ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങുക, ഒരു 3 മണിക്കൂർ 12 മണി വരെ ക്ലാസ്. അത് നമുക്ക് ഈ ടീച്ചിങ് സ്കില്ലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് പോവാം. പറ്റുമോ? പോസിബിൾ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ശ്രമിച്ചു നോക്കാം. ഈ ശനിയാഴ്ച ശ്രമിക്കാം. ഇത് കേട്ട തൗഫിക്ക് ഇപ്പൊ വരും, എനിക്ക് ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് ഒരു ഓഡിയോ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരും ചങ്ങായി. നമുക്ക് ഒരു 3 മണിക്കൂർ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്നാൽ പിന്നെ രാവിലെ എണീറ്റ് നേരെ അക്കാദമിക്ക് പോരുക, എന്നിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുക, ക്ഷീണമാണേ മുമ്പ് പോവുക. ഇനിയിപ്പോൾ ഞായറാഴ്ച ആക്കണം എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ സ്കെഡ്യൂൾ നോക്കട്ടെ, ഭയങ്കര ടൈറ്റ് ആവും. സൺഡേ ആണെങ്കിൽ അങ്ങനെ പിടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ താല്പര്യം, നമുക്ക് നോമ്പ് തുറന്നിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ മുമ്പിൽ എത്ര കുട്ടികളെ ഉണ്ടാവുള്ളൂ? ഒരു 5 കുട്ടികളെ ഉണ്ടാവുള്ളൂ. എത്ര കുട്ടികൾ? 5 കുട്ടികൾ. അപ്പോൾ കാരണം ഇത് നമ്മൾ സ്കിൽ പ്രാക്ടീസ് ആണ് കേട്ടോ. 5 കുട്ടികൾ ഉണ്ടാവും. എന്നിട്ട് എത്ര മിനിറ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുക? 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. 10 മിനിറ്റ്. അപ്പോൾ എന്താ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുക? കാരണം 7 മിനിറ്റിനുള്ളിൽ സെഷൻ തീർക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന കണ്ടന്റിന് മാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്തിനെ കുറിച്ചും പറയാം, പേന, പെന്നി, പെൻസിൽ, എന്തിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാം. ദെൻ നമുക്ക് സ്കില്ലുകൾ, ഒരു സമയം ഒരു സ്കില്ലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ സ്കില്ലുകൾ. അപ്പോൾ ഏതൊക്കെ സ്കില്ല് നമ്മൾ നോക്കട്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം ഇതുവരെ നിങ്ങൾക്ക് ഒരു സംഭവം കത്തിയിട്ടേ ഉണ്ടാവില്ല. കത്തിച്ചല്ലോ? കത്തീനാ?
ഇല്ല. ഇല്ല. പറഞ്ഞുതരാം. ഈ തിയറി ഒക്കെ പോയിക്കോട്ടെ, തിയറി ഒന്നും വേണ്ട, തിയറി ഒക്കെ പോട്ടെ. നമ്മൾ ഇതൊക്കെ പോട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതൊക്കെ പോട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും. പേടിക്കാം. ഒന്നാമത് ഈ സ്കില്ല്, ഇനി പറയാൻ പോകുന്ന സ്കില്ലുകളൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്ന്, സ്റ്റിമുലസ് വേരിയേഷൻ. രണ്ട്, ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒരു പാഠം പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ആ ക്ലാസ് റൂമിൽ നിങ്ങളുടെ ശരീരഭാഷ, അതിന് നമ്മൾ സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയും. അത് അടുത്ത സ്കില്ലാണ്. നിങ്ങൾ ഉദാഹരണങ്ങൾ പറയുന്നത്, എല്ലാ ടീച്ചർമാർക്കും ഉദാഹരണം പറയാൻ കഴിയില്ല. നിങ്ങൾ ഉദാഹരണം പറയുന്നത് സ്കില്ലാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് സ്കില്ലാണ്. നിങ്ങൾ വിശദീകരിക്കുന്നത് സ്കില്ലാണ്. നിങ്ങൾ കുട്ടികളെ വെരി ഗുഡ് എന്ന് പറയുന്നത് സ്കില്ലാണ്. മൊത്തം ക്ലാസ്സിനെ മാനേജ് ചെയ്യുന്ന സ്കില്ലാണ്. ഇനി ബ്ലാക്ക് ബോർഡ് വൃത്തിക്ക് ഉപയോഗിക്കുന്നത് സ്കില്ലാണ്. അപ്പൊ ഇത്രയും സ്കില്ലുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടീച്ചിങ് പ്രാക്ടീസ് മൈക്രോ. ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മൈക്രോ ടീച്ചിങ് സ്കിൽസ്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാം. ഒന്ന് പഠിച്ചിട്ട് ഇത് വേണ്ട, അടുത്ത പഠിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒറ്റൊന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പണി തരികയാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സാധനത്തിനെ, ഒരു ക്ലാസ് റൂമിലാണ് നിങ്ങളെന്ന് വിചാരിക്കുക, നിങ്ങളുടെ സംഭവത്തെ പരിചയപ്പെടുത്തണം. പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും വിഷയം നിങ്ങളിപ്പം ഫർസാന ക്ലാസ് എടുക്കാൻ പോകുന്നത് ചക്ക എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചിട്ടാണ്. ആ ചക്കനെ ഫർസാന ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ക്ലാസ് ചക്കനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇമ്പിച്ചിബി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ്സിൽ കേരളം എന്ന ഒരു വിഷയമാണ്. കേരളത്തെക്കുറിച്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജുവേരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നോവലിൻ്റെ പേര് ബഷീറിൻ്റെ ആയിക്കോട്ടെ, പാത്തുമ്മയുടെ ആട് എന്നുള്ളതാണ് അന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. പിന്നെ മനാലി എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരാദ്യം തുടങ്ങാം? നമുക്ക് ആരാദ്യം തുടങ്ങാന്നല്ലോ, ഒന്ന് ലോട്ട് എടുക്കാം അല്ലേ? ലോട്ട് എടുക്കണ, ലോട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, എങ്ങനെ തുടങ്ങാന്നുള്ളത് ഒന്ന് ആലോചിച്ചോളൂ. 2 മിനിറ്റ് ആലോചിക്കാൻ സമയം കേട്ടോ. റെഡി ആയോ? പാത്തുമ്മയുടെ ആട് ഓക്കെ, എന്നുള്ള നമ്മള് വലിയ പിള്ളേരായില്ലേ 10ാം ക്ലാസ്സിലെ. എങ്ങനെ?
പാത്തുമ്മയുടെ ആട് നോവൽ പഠിപ്പിക്കുമ്പോ വലിയ ക്ലാസ് ആയില്ലേ? 10ാം ക്ലാസ്. ഞാൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ആരാ നോക്കുക? ഓക്കെ, 4 പേരാണ് ലോട്ടിലുള്ളത്, നോക്കാം നമുക്ക്. ഓ, ലക്കി. ആർക്ക് കിട്ടിയേ? അയ്വാ, ുള്ളതാ ഇജ്ജ് ഒരു ലോട്ടറി എടുക്കട്ടോ, അവസാനം കിട്ടിയെങ്കിൽ തന്നാളില്ലേ. കിട്ടാൻ ഏറ്റവും ലോവസ്റ്റ് കിട്ടാന്നുള്ള അമ്മാതിരി ലക്കാണ് ഈ വർഷം. എന്താ ലക്കിന് എന്താ സംഭവിച്ചു പറയ്. ഒന്നുമില്ല, ഇതേപോലെ ഭയങ്കര എല്ലാത്തിനും ലക്കി സ്റ്റാർ ആണ് ഈ വർഷം. ഈ ലക്കി സ്റ്റാർ ആണ്. എന്റെ വണ്ടി കിട്ടിയോ? ഇല്ല, ആ, അതല്ല ഇന്നലെ ബ്ലോക്ക് ആയ എന്താ ഞാൻ എങ്ങനെ ബ്ലോക്കായി? ചേളാരിക്ക് ആ ആ എന്ത് മനുഷ്യൻ ഓട്ടോറിക്ഷ പോരണ്ടേ ഈ, അല്ലെങ്കിൽ നാജിദ് വരുമ്പോ ചാടി കയറി കക്കാട് കൂടെ വരാൻ പറഞ്ഞതേ എൻ്റെ നാട്ടിൽ കൂടെ. ഓക്കെ, തുടങ്ങാം. ടീച്ചർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ടീച്ചർക്ക് റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫർസാന ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. അത് ഓക്കെ. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. നമുക്ക് എല്ലാവർക്കും കുറെ ഫ്രൂട്ട്സുകൾ അറിയാലോ അല്ലേ? എന്താ അപ്പൊ ടീച്ചറെ ഗുഡ് മോർണിംഗ് ഒന്നും പറയാത്ത ടീച്ചറ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ. ടീച്ചർ. നമ്മള് ഒരു ഫ്രൂട്ടിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ ഫ്രൂട്ട്സുകൾ അറിയാം? എല്ലാവർക്കും അറിയുന്ന ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാം. മാങ്ങ, തേങ്ങ, മുന്തിരി, ആപ്പിള്, ചക്ക. ഓറഞ്ച്. ഏറ്റവും വലിയ ഫ്രൂട്ട് ഏതാ? വലിയ മാങ്ങ. അല്ല, ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്കയാണ്. ചക്കയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ, ചക്ക ചക്ക കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടല്ലേ? ചക്കയ്ക്ക് നല്ല മധുരല്ലേ? ചക്ക ഇഞ്ചോടെ ചക്ക എന്നാണ് മധുരല്ലേ ടീച്ചറെ? നല്ല മഴയൊക്കെ പെയ്തിട്ട് അത് തീരെ മധുരല്ലേ? ചക്കയ്ക്ക് നല്ല മധുരാണ്. എനിക്ക് ചക്കന്റെ പുറം എങ്ങനെ ഉണ്ടാവുന്നത്? പുറം തന്നാലുണ്ടാവൂലേ? കുറെ മുള്ളുകളൊക്കെ ആയിട്ട് ഒരു വലിയ മരം ഉണ്ടാവുക. അതിന്റെ പുറത്ത് ഇങ്ങനെ കുറെ മുള്ളുകളും ഒക്കെ ഉണ്ടാവും, പച്ച കളറിൽ. നമ്മൾ അതിന്റെ പച്ച ചക്ക നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കും അല്ലേ? അതേപോലെ പഴുത്തത് നമ്മൾ കഴിക്കും. ഈ മുള്ളുകളൊക്കെ ഉള്ളില് തുറന്നു വരുമ്പോ നമുക്ക് നല്ല മഞ്ഞ കളറില് ചക്കച്ചുളകൾ കാണാം. ഈ ചുളകൾക്കുള്ളിലാണ് കുരു ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമുക്ക് ആ ഒരു വളരെ മനോഹരമായിട്ട് വരച്ചാൻ റെസിറ്റ് ഇതില്ലേ, ഒരു ടീച്ചറിൽ ഈ സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ, അല്ലേ? ഉണ്ട്, ഭാവി ഉണ്ട്. ഇല്ല, ഇത് വരിക ഒരു ഫീഡ്ബാക്ക് പറയും. ഉണ്ട്. ഉണ്ട്. മനാല കേട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇൻട്രോ നമ്മൾ കിട്ടു. ഷഹന ഉണ്ടല്ലോ അല്ലേ? ആ, ഇതന്നെ. അപ്പം ഒരാളെയും കൂടി ഇതിൽ കൂട്ടാണ്ട്. അടുത്ത ഇനി ഒരു നെക്സ്റ്റ് ആർക്കാ ഭാഗ്യം നോക്കട്ടെ. നിങ്ങൾ ആ ഒരു ഇപ്പൊ ചക്കനെ കുറിച്ച് വിശദീകരിച്ചില്ലേ? ആ വിശദീകരിക്കാതെ ചക്ക എന്ന് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇന്ന് ചക്കനെ കുറിച്ച് പഠിക്കാം. അത്രയും മതി കേട്ടോ. അടുത്ത ആൾ പറയേണ്ടത്. ഓക്കെ, ഓക്കെ, നോക്കാം. കറക്കട്ടെ. സെക്കൻഡ്. ഭയങ്കര യെസ്. എവിടെ മനാലി?
മനോജ് ടോപ്പിക് കൊടുത്തില്ല, എനിക്ക് കൊടുക്കാത്തുള്ള പെട്ട്. ഇവിടെ ഉണ്ടാ പോയാ? ആ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ടോപ്പിക്ക് തന്നില്ലല്ലോ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. മൊബൈൽ ഫോൺ, മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ആ, അതാണ് ഇന്നത്തെ പാഠം. എങ്ങനെ പ്രസന്റ് ചെയ്യാന്ന് പറയും, കേൾക്കട്ടെ. മൈക്ക് ഓൺ ആയിക്കോളും. ഒരു മിനിറ്റ് ഇട്ടോ സാറേ. ശരി, എന്നാ നമുക്ക് അടുത്ത ഒരു റൗണ്ടും കൂടി അടിക്കാം. നമുക്ക് അടുത്ത ഒരാളെയും കൂടി പൊക്കാം. മിനിറ്റ് സമയം നമ്മുടെ കയ്യിലില്ല, അതാണ്. ഒരാൾ പോയതിൽ ഇനി 4 പേര് പ്രസന്റ് ചെയ്യാൻ ബാക്കിയില്ലേ? മനാലി, ജുബൈര്, ഷാന. വേറെ ആളുടെ ആ ഒരാളും കൊണ്ട്. ഓക്കെ ഓക്കെ. പറയണ്ടല്ലോ. ശരി, നോട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ ഷഹന. ഷഹന ലെഫ്റ്റ് ആയ? നേരത്തെ അവരെ പേരല്ലേ കാണിച്ചത്? നേരത്തെ പേര് എംബിച്ച് കണ്ടപ്പോൾ ലീവ് ഓടി നടന്നു. കഴിച്ചില്ലായി. പേര് കണ്ടപ്പോൾ ഓടി കഴിച്ചില്ലായി ഏതായാലും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇനി ഫർസാനയുടെ ഇൻട്രോയിൽ നിന്ന് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന രീതി പറഞ്ഞുതരാം. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ? അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ക്ലാസ്സാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എപ്പോഴും ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എക്സിസ്റ്റിംഗ് നോളജിലേക്ക്, അത് പിയാഷൻ്റെ തിയറി പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ പുതിയ നോളജ് ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ട് കൺഫ്യൂഷൻ ഇല്ലാത്ത സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമ്മൾ മെയിൻ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഇതെന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എനിക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കുട്ടിയുടെ മൈൻഡ് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ കണക്ട് ചെയ്യണം, തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു പ്രിയർ നോളജ് ക്രിയേറ്റ് ചെയ്യുക. കുട്ടിക്ക് പഠിക്കാൻ പോകുന്ന സംഭവത്തിനോട് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യലൊക്കെ ഇതിന് വളരെയധികം നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ? ഇനി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി പറയുന്ന കോമ്പണൻസ് ഒക്കെ നിങ്ങളുടെ പ്രസൻറ്റേഷൻസിൽ വേണം. നമ്പർ 1, പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്. ആദ്യമായി കുട്ടികളെ ശ്രദ്ധ തിരിക്കാനുള്ള സാധനങ്ങൾ കയ്യിലുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിലേക്കാണ്ട് വരുന്ന നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, യെസ് മക്കളെ നിങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് വരണം? കുട്ടികൾക്കാണ് ഇൻട്രസ്റ്റ് വേണം. 2 പോയിന്റ് എഴുതിക്കേ.
ഓക്കെ, കിട്ടിയാ? ഇനി നിങ്ങൾ മനസ്സിലായിക്കോ, നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ 2-3 രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം കുട്ടിയുടെ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങളുടെ ആ പ്രസന്റേഷൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആവേശം വരണം. എനിക്ക് ഈ ക്ലാസ്സിലാണ് ഇരിക്കണം, ദിസ് ഇസ് ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടില്ലേ, പിന്നെന്താണ് ചില ആൾക്കാരുടെ പ്രസന്റേഷൻസ് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ പോലും ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് ചാൻ ചോം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുവരെ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആർ ഫൗണ്ട് ടു ബി അറ്റൻറ്റീവ്, മെന്റലി പ്രിപ്പയർഡ് ഫോർ ദ ലെസൺ. നിങ്ങളുടെ വരവും നിങ്ങളുടെ ആ ഒരു ചാർജിങ് കാണുമ്പോൾ കുട്ടികളന്ന് ഭയങ്കര അടിപൊളി സംഭവം നമ്മൾ പറയാൻ പോകണമെന്നൊക്കെ പറഞ്ഞെന്തിനാ, എന്താ സംഭവം, ക്യൂരിയോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ ടു ക്രിയേറ്റ് എ ഡിസയർ, ആഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരാ. എന്തുകൊണ്ട് ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരാ. രണ്ടാമതൊരു കാര്യം, നമുക്ക് എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാം, ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക്. ഞാൻ ഇന്ന് പറയുന്ന സ്റ്റോറി എനിക്ക് അതേപോലെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ. ഞാൻ നോക്കാം. ഓക്കെ, 1 മിനിറ്റ് സ്റ്റോറിയാണ്. ഏകദേശം എന്നൊരു ദേശത്ത്, കൽക്കണ്ടം എന്നൊരു കണ്ടത്ത്, ആത്മാവ് എന്നൊരു മാവുണ്ടായിരുന്നു. മാവിൽ നിറയെ മാങ്ങകളുണ്ട്. മാങ്ങ പറിക്കാൻ തോട്ടിയില്ല. കുറുന്തോട്ടി എന്ന് പറയുന്ന തോട്ടി കൊണ്ടുവന്നു. മാങ്ങയിടാൻ കൊട്ടയില്ല. പരുത്തിക്കൊട്ട എന്ന് പറയുന്ന കൊട്ട കൊണ്ടുവന്നു. മാ കൊണ്ടുപോകാൻ വണ്ടിയില്ല, പോത്തില്ല. ചെമ്പോത്തി എന്നൊരു പോത്തിനെ കൊണ്ടുവന്നു. ഇങ്ങനെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ക്രിയേറ്റീവ് സ്റ്റോറിയോ എന്തെങ്കിലും സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരിങ്ങനെ നിൽക്കും, എന്താ ഒരു സാധനം. എന്നിട്ട് നമ്മൾ ടോപ്പിക്കുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാട്ട് പാടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെമോൺസ്ട്രേഷൻ കാണിക്കേ, എന്തെങ്കിലും പുതിയൊരു സംഭവം, അല്ലെങ്കിൽ പുതിയ നാട്ടിൽ നടക്കുന്ന പുതിയ ഏതെങ്കിലും സംഭവമായിട്ട് കണക്ട് ചെയ്യേ, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടോ, ഏറ്റവും വലിയ ഫ്രൂട്ട് ഏതാണ്, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കണക്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം. സോ നിങ്ങൾ പറ, ലോകത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ ഒരു ഫ്രൂട്ട് ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പലതും പറയും. എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അഗെയിൻ ആൻഡ് അഗെയിൻ ക്ലൂസിട്ട് ആ കുട്ടിയുടെ ടോപ്പിക്കിലേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മൾ പറയും യെസ് കറക്റ്റ്, മോൻ പറഞ്ഞ ടോപ്പിക്കാണെന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? അപ്പം ആരെ നാവ് കൊണ്ട് വരണ്ട, നമ്മുടെ നാവ് കൊണ്ട് വരരുത്, പക്ഷെ അവൻ നാവ് കൊണ്ട് വരണം, കുട്ടികളിൽ നിന്ന് വരണം. കുട്ടികൾ കൊടുക്കുന്ന ഓരോ ഉത്തരത്തിന് നമ്മൾ എന്ത് പറയണം, ഗുഡ്, വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. ചിലതിന് നമ്മൾ ശരിയാവില്ല. ഒന്നുകൂടി നോക്കി, ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് എത്തിക്കണം. കിട്ടിയോ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങൾ പറയും. ഏതെന്ന് അറിയുകളെ, നമ്മൾ ട്രെയിനിന്ന് കളിച്ച ഗെയിമല്ലേ, ഏതിനത്, ഇമ്പോസ്റ്ററോ. ഓക്കെ, ഞാൻ ഒരു വിഷയം പറയും, അതിൻ്റെ കുറേ ക്രൈറ്റീരിയാസ് പറയും. ആ ക്രൈറ്റീരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ സാധനം കണ്ടെത്തണം. ഓൾറെഡി അതൊരു വലിയ സാധനമാണ്, ഒരു വലിയ ഫ്രൂട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയടിക്ക് കിട്ടും. വേറെയുള്ള വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വേറെയുള്ള ഒരു സബ്ജക്റ്റിന്റെ ചില ക്രൈറ്റീരിയാസ് ആകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്തൊക്കെയും. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കുട്ടികളിൽ. എന്നിട്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോവാം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ക്ലൂസ് ലാസ്റ്റ് കൊടുത്ത് ആദ്യം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒന്നാമത് പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്. 2, യൂസ് ഓഫ് മാക്സിമം നോളജ്. ആരാണിപ്പോൾ ഒരു സെക്കൻഡ്. മാഷടിച്ച് ഓക്കെ, യൂസ് ഓഫ് പ്രീവിയസ് നോളജ് അല്ലേ, യൂസ് ഓഫ് പ്രീവിയസ് നോളജ്. ദെൻ പിന്നെ ഏതാക്കളെ, യൂസ് ഓഫ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീവിയസ് നോളജ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, മുന്നേ ഉള്ള നോളജ് നോക്കുമ്പോൾ ഇതിൽ യൂസ് ഓഫ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ സാധനം അറിയാം. ടീച്ചിങ്സിന് ഒരു മാക്സിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ടീച്ചിങ് ചില തത്വങ്ങളുണ്ട്. തത്വങ്ങൾ ഇങ്ങനെയാണ്. ബാങ്ക് കൊടുക്കണ്ടേ, ഒരു ബാങ്ക് കൊടുത്ത 5 വർഷം ബാക്കി.
അപ്പോൾ ഈ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾ, നമുക്ക് 2-3 തരത്തിലൊരു കാര്യത്തെ അവതരിപ്പിക്കാം. ഒന്നുകിൽ ഒരു വിഷയത്തിൻ്റെ കുഞ്ഞു 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 ഭാഗങ്ങൾ പറഞ്ഞിട്ട് ആ കൺസെപ്റ്റിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഭാഗങ്ങളിലേക്ക് എത്താം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അമ്മ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കൺസെപ്റ്റിൽ നിന്നാണ് ഏതിലേക്ക് പോകുന്നത്, അമ്മയിലേക്ക് പോകുന്നത്. ഓക്കെ, ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ മാ എന്നൊക്കെ പഠിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മ ആക്കിയതിന് ശേഷം അമ്മനെ വിവരിക്കുകയാണെങ്കിൽ അത് അടുത്ത മെത്തേഡാണ്. ക്ലിയർ ആകുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ആ പഠിപ്പിക്കുന്ന ഇതൊക്കെ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ വളരെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ടീച്ചിങ്ങിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, ഫ്രൂട്ട്സ് ഏതാണ്, അപ്പോൾ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു വലിയ ഫ്രൂട്ട് ഏതാണ്, അപ്പോൾ സ്പെസിഫിക്കിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് പ്രീവിയസ് നോളജ് ആയിട്ട് കണക്ട് ചെയ്യണം. മുമ്പ് കുട്ടികളെ വിവരവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ കുട്ടിക്ക് വേഗം പഠിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതാരെ കൊണ്ടുവന്നത്, ഫ്രൂട്ട്സ് എന്താണ്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഇപ്പം അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഏറ്റവും എളുപ്പം വരക്കാൻ അറിയുന്ന ഒരു ഐ ആണെന്നുണ്ടെങ്കിൽ ആ ഐ വയ്ക്കും, ഐന്ന് പിന്നെ അത് എല്ലാക്കും. അപ്പോൾ പ്രീവിയസ് നോളജിൽ ഐ ഉണ്ട്, ഇങ്ങനെ വരട്ട് കഴിഞ്ഞാൽ എല്ലായി. ഒരു റാ എന്നുള്ള എളുപ്പമുള്ളൊരു പദം നമ്മൾ പഠിപ്പിക്കും, പിന്നെ റായിൽ നിന്ന് ഒരു വരയും കൂട്ടി നാ ആക്കും. അപ്പോഴും നമ്മൾ പ്രീവിയസ് നോളജ് എന്തായി, കണക്റ്റായി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കുന്ന പോലെ തന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻസ്? ഓക്കെ, ദ ക്വസ്റ്റ്യൻസ് ഓർ അതർ ടാസ്ക്. ഇപ്പം ചില ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് ടാസ്ക് കൊടുക്കുക. അതുപോലെ നമ്മൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ഡിവൈസ് ഏതെങ്കിലും യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, കഥ പോലെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കഥ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെന്താ മക്കളെ, ഇതിനെന്താ പറയുക അങ്ങനെയൊക്കെ ചോദിക്കില്ല നമുക്ക്. അല്ലെങ്കിൽ നാടകം പോലെ അഭിനയിപ്പിക്കാം, നാടകം കളിക്കാം, അല്ലെങ്കിൽ ടി വിയിൽ വീഡിയോ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഡെമോൺസ്ട്രേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പുതിയൊരു സംഭവം നമ്മൾ എന്ത് ചെയ്യാൻ പരിചയപ്പെടുത്തുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ കാണണം കുട്ടി. എന്തിനാ ഫോട്ടോ കാണുന്നത്? കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു കൺസെപ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ലേണിംഗ് സ്റ്റൈൽ പഠിച്ചാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 3 കോമ്പണൻറ്റ് പഠിച്ചു അല്ലേ? 4മത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ലിങ്ക് വിത്ത് കണ്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനവും എടുക്കാൻ പോകുന്ന സാധനവും തമ്മിൽ എന്ത് ചെയ്യണം, കണക്റ്റ് ആക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് അപ്പം വലുത് ഏതാണ്, വലിയ ഫ്രൂട്ട്സ് ഏതാണെന്നുള്ളത്. ഇപ്പം ഇത്രയും കണ്ടന്റ് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പം നേരത്തെ ഫർസാന പറഞ്ഞപ്പം അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർസാന എന്ത് ചോദിച്ചു കുട്ടികളോട്, ദെൻ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടോ, എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ചോദിച്ചു. ഡിവൈസസിന് ഇമേജ് ഒന്നും കയ്യിലില്ലായിരുന്നു, ഇമേജസ് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാം. കറക്റ്റാണോ? അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇമ്പിച്ചി ബീവിയാണ്. ബീവി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, നമുക്ക് 1 മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം ബീവിക്ക് ആലോചിക്കാൻ. ഓക്കെ, Okay. ബീവി തുടങ്ങാം. യെസ്, Yes. Good afternoon, children. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. Good afternoon, How ma'am. are you? ഐ ആം Fine, ഫൈൻ, ma'am. താങ്ക്സ്. Yes. Okay. Have you had your lunch today? ഞങ്ങൾ നോമ്പാ ടീച്ചറേ. Ma'am, കുട്ടികൾക്ക് നോക്കുന്നില്ല. Yes. Okay. Today
we are going to study about Kerala. ഉം. Do you know ദിവ്യേ, about കേരളം. Kerala? അടി കിട്ടും, അടി. അങ്ങനെ പറയാൻ പാടുണ്ടോ? Eh? ഇല്ല, കൺസെപ്റ്റ് കടന്നുകൂടല്ല നമ്മൾ ആദ്യം. ഡയറക്റ്റ് കൺസെപ്റ്റിക്ക് പോവരുത്. Ah, നമ്മൾ ചെയ്തത് ഡയറക്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാണ് ചെയ്തത്. ഇപ്പൊ ഉം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. നമ്മൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയുള്ള സംസ്ഥാനം ഏതാ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയണം കേരളം എന്ന്. അപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ച് പഠിക്കുക. ഇത്രേ ഉള്ളൂ. നമ്മൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇൻട്രോ പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ ഒന്നും കൂടി റീടേക്ക്. എന്താണ് ഒന്നും നമ്മള് കൂടി റീപ്ലാൻ ചെയ്യാം. കേരളത്തിനെ കുറിച്ച് ഞാൻ നമ്മൾ ആ, ഒരു കേരളത്തെ എക്സാമ്പിൾ പറഞ്ഞുതരാം. കേട്ടിട്ടുണ്ടോ നമ്മളെ ചോദിച്ചേ. മൈക്രോ ടീച്ചിങ് പോലെ മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും. സ്ക്രീനിൽ കാണുന്നുണ്ടോ? Yes. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെ നിങ്ങൾ ടീച്ച് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ടീച്ചിങ്ങിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ നോക്കും, എന്തൊക്കെയാണ് പാളിയത് നോക്കും. എന്നിട്ട് ഒന്നുകൂടി അതേ പഠിപ്പിച്ച സാധനം നമ്മൾ ഒന്നുകൂടി റീപ്ലാൻ ചെയ്യും, പിന്നെ ഒന്നുകൂടി റീടീച്ച് ചെയ്യും, പിന്നെ ഒന്നുകൂടി ഫീഡ്ബാക്ക് എടുക്കും. ഫീഡ്ബാക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടി എടുക്കുക. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നേരത്തെ പറഞ്ഞ 4 കോമ്പണന്റ് ഉണ്ടല്ലോ, ആ 4 കോമ്പണന്റ് അതിൽ വന്നോ, ഏതെല്ലാം കോമ്പണന്റ് വന്നു, ഏതൊക്കെ കോമ്പണന്റ് വന്നില്ല, എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, ഏതൊക്കെ ഞാനാണെങ്കിൽ ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തുവേനി എന്നുള്ളത് ബാക്കി എല്ലാവരും പറയണം. ഓരാണ് ഈ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഓരെന്തൊക്കെ കാര്യങ്ങൾ അതിൽ കൊണ്ടുവരും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന എല്ലാവരും പറയണം. അപ്പം നിങ്ങൾ കേരളം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർസാന പറയും ഞാനാണ് പ്രസന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേരളത്തിനെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ ചോദിക്കും, ഇന്ന മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായം പറയണം. അതേപോലെ ജുവരിയെ പറയണം, അതേപോലെ ബാക്കി എല്ലാവരും പറയണം. ക്ലിയർ? അതിപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാ കുട്ടികളും നൗഷബി ഞാൻ ടീം ബാക്കി കുറേ ആൾക്കാരില്ലേ ഷാഹിൻ, എല്ലാവരും വേണം ശരിക്കും. അപ്പോഴത് ഇതിന്റെ പ്രാക്ടീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പോവാം. ടീച്ചിങ് എടുക്കണ്ടെങ്കിലും കൂടിയിട്ട് ഉണ്ട് അറിയണില്ലല്ലോ. അപ്പൊ ഇതിൽ കൂടിയാണ് ഇപ്പൊ ശരിക്കും അറിയണത്. യെസ്, ഓക്കെ. അപ്പൊ ഒന്നും കൂടി തുടങ്ങി നോക്കാം അല്ലേ? നോക്കാം. അപ്പൊ ബാക്കിയുള്ള നിങ്ങള് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിറ്റ്, ബാക്കിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ സ്കില്ലിൽ 4 കോമ്പണന്റ് വേണം. ആ 4 കോമ്പണന്റും ക്രൈറ്റീരിയയും വരുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ടീച്ചർ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ശരി. കുട്ടികൾ, നിങ്ങൾ കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളം നമ്മുടെ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടി അടി അടി, കേരളം ഒന്നും മിണ്ടരുത്. ശ്ശെ, 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 ശ്ശെ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ആലോചിക്കുക കേരളത്തിൽ ആലോചിക്കുക 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 അല്ലേ? ആലോചിക്കുക. ആ, യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് ചോദിക്കാല. ഏതൊക്കെ നാട്ടില് പോയിട്ട് നാടൊക്കെ കണ്ടിട്ടുണ്ട്? ചെറുപോയാ അല്ല, സാറ് പോയില്ല. ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യട്ടെ. സെറ്റല്ലേ? ആദ്യം ഒരു കാര്യം ചെയ്യും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ പേപ്പർ ഉണ്ടല്ലോ, നിങ്ങൾ ടോപ്പിക് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഈ 4 ഹെഡിങ് അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ ടോപ്പിക് എന്താണ് എഴുതി വെക്ക്. ടോപ്പിക്, ആ ഇനി അതിലുള്ള ക്രൈറ്റീരിയ നമ്പർ 1 എന്താണ് ക്രൈറ്റീരിയ ഞാൻ എഴുതാൻ പോകുന്ന സാധനം?
4 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്. അതിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? 2 പ്രീവിയസ് നോളജുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുക? തെറ്റായ? കിട്ടിയാ? ഇനി ഒന്ന് പ്രസന്റ് ചെയ്യാം. ടീച്ചറെ റെഡി? മോനെ, നാളെ മുതൽ ഇനി ക്ലാസ് എടുക്കാൻ പോകുമ്പോ വെറൈറ്റി കയറാം. ഓഫ്. മൈക്കോണേക്കോ. കേരളം എന്ന് പറയുമ്പോഴേ എന്താ തെങ്ങാണ് പിന്നെ ഓർമ്മ വരുന്നത്. തെങ്ങും തേങ്ങ സംഭവങ്ങളും ഒക്കെ അല്ലാ. ഉം. കിട്ടുണ്ടോ? ആലോചന എന്ത് വരുന്നുണ്ടോ? ഹലോ? Yes, sir. കുട്ടികളെ ഈ പിക്ചർ കണ്ടോ? ഉം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കണ്ടു. എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് എന്തിന്റെയാണ് എന്ന് ചോദിക്കാൻ പറ്റും. അത് ഇന്ത്യ. ഇന്ത്യ. ഇനി ഇന്ത്യയുടെ ഇവിടെ താഴ്ഭാഗത്ത് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? താഴെ അറിയോ? നമ്മുടെ മാതൃരാജ്യം. അറബിക്കടൽ. അതിനോടടുത്ത് നിൽക്കുന്ന ഒരു ശ്രീലങ്ക. ശ്രീലങ്കയുടെ താഴ്ഭാഗത്തായിട്ട് ശ്രീലങ്കയുടെ അടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. വേറെയും കാണാം. നമ്മള് കൊച്ചു കേരളത്തിനെ കാണുന്നുണ്ടായിരുന്നെങ്കിലും അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് 1ാം ക്ലാസ്സിൽ നമുക്ക് കൊള്ളിക്കാം. അതിനെ തന്നെ 10ാം ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? പത്താം ക്ലാസ് അപ്പൊ ഓരോ ഏജിനനുസരിച്ച് അതിന്റെ ഇൻട്രോ പാർട്ട് ഭയങ്കര വെറൈറ്റി ആണല്ലോ, അല്ലേ? ഓക്കെ, നന്നായിരുന്നു. ഇനി ആരാഞ്ഞ് സുബൈരിയ, കമോൺ. ഏത് ക്ലാസ്സിന്? ചെറിയ ക്ലാസ്സിനല്ലേ? ചെറിയ ക്ലാസ്. ഓക്കെ. നോവല് തന്നതുകൊണ്ട് ചെറിയ ക്ലാസ്സിന് എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. ഒരു 8ാം ക്ലാസ് വിചാരിച്ചോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും സുഖല്ലേ? ഇതാരും ഒരു ഉഷാറില്ലാത്ത, നല്ലെന്താ ഒരു ഉഷാറില്ലാത്ത? ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ? നോമ്പല്ലേ ടീച്ചറേ? നോമ്പ് നോക്കിയോ? ഞങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. എല്ലാവർക്കും നോമ്പുണ്ടോ? നിങ്ങള് ചെറുതല്ലേ? നോക്കിയോ?
എല്ലാവർക്കും നോമ്പുണ്ട്? ഒന്ന് ഉഷാറാവ്. യെസ്. നോമ്പുണ്ടോ? ഓ നോമ്പുണ്ട്. നോമ്പുണ്ട് കൊണ്ടായിരിക്കും അല്ലേ ഉഷാറില്ലാത്ത, സാരമില്ല. ഓക്കെ, എന്താ ഇപ്പൊ ചെയ്യേണ്ട ടീച്ചർ ഉഷാറാക്കാൻ? കഥകൾ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ടീച്ചർ പാട്ട് പാടോ? ടീച്ചറോ? അയ്യോ, ടീച്ചർക്ക് പാട്ടറിയില്ലല്ലോ. നിങ്ങൾക്കറിയോ പാട്ട്? ആർക്കെങ്കിലും അറിയോ? ഞങ്ങള് ഫർസാനക്കറി. ഫർസാന പാടിയേ ഒരു പാട്ട് നോക്കട്ടെ. ഫർസാന ഒരു പാട്ട് പാട്. പോറ്റിട്ട് വെയ്യ ടീച്ചർ, ഏ നോമ്പായിട്ട് വെയ്യ. അതെ പിന്നെ അതെ. ഒരു ദിവസം ഓക്കെ, പാടാം. എന്നാലും കഥ പറയാം. എന്നൊരു കഥ പറയാം. ഫർസാന കഥ പറയാൻ അറിയോ? ഏ മനാലിനറിയോ കഥ? മനാൽ ഒരു കഥ പറ. നമുക്ക് എല്ലാവരും ഉഷാറാട്ടോ ഒരു കഥ കേട്ടിട്ട്. മനാലിന്റെ ഒരു പണ്ട് കഥ പണ്ട് കേട്ടിട്ട് എല്ലാവരും ഒന്ന് രാജ്യത്ത് ഉഷാറാ. രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഓക്കെ, 4 മക്കളുണ്ടായിരുന്നു. വെരി ഗുഡ്. ഒന്നാമത്തെ മോന്റെ പേര് ക, രണ്ടാമത്തെ പേര് മ, മൂന്നാമത്തെ പേര് ഡി. ഒന്നാമത്തെ പേര് ക, രണ്ടിന്റെ ദ, മൂന്നാമത്തെ പേര് മ, ഓക്കെ, വെരി ഗുഡ്. നാലാമത്തെ പേര് ദി. കഥ മതി. കഥ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, നന്നായിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും കഥ പറയാനുണ്ടോ? മനാൽ, ടീച്ചറെ മനാലിനറിയോ കഥ? മനാല് കഥ പറഞ്ഞാലും നിർത്തൂലട്ടോ, നിങ്ങൾ കുടുങ്ങൂ. അതെയാ, നോക്കട്ടെ, കേൾക്കട്ടെ മനാലിന്റെ ഒരു കഥ. മനാൽ ഇപ്പില്ല. ഇല്ല ഇല്ല. ഓക്കെ, സാരില്ല, നോമ്പായതുകൊണ്ടല്ലേ, സാരില്ല. അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടമായിരിക്കും അല്ലെ? സത്യത്തിലുണ്ട്, ഓട് നല്ലോണം കഥ അറിയും. നിങ്ങളറിയാത്തോണ്ടാ, അതെ അത് അതെ. ശരിക്കും ചോദിക്കാത്ത. പറയാറുണ്ട്. ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ കഥ അറിയുന്നല്ലേ മനാലെ? ഇപ്പൊ എന്താ ടീച്ചർ പറയുമ്പോ ഒരു കഥ പറയാന്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ പറയാൻ ഇഷ്ടം അല്ലേ? ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ കഥ പറയുന്നുണ്ടാവും അല്ലെ? ടീച്ചർക്ക് കഥ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ കഥ പറയാറുണ്ടോ? ഉമ്മ കഥ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ടോ? വീട്ടിൽ നമ്മൾ കഥ പറഞ്ഞാൽ ഉമ്മ കേൾക്കൂല. ഉമ്മ പോയ അവിടെ നിന്ന് കഥ കേൾക്കൂല. കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എവിടുന്ന് കഥ വായിക്കാനാണ് ഇഷ്ടം, കേൾക്കാനാണ് ഇഷ്ടം, കാണാനാണ് ഇഷ്ടം? എന്തൊക്കെയാ ഇഷ്ടം? ഞങ്ങൾക്ക് ടി വി കാണാൻ ഇഷ്ടം. TV കാണാൻ ഇഷ്ടം, വായിക്കാൻ ഇഷ്ടമല്ല? എനിക്ക് ഭയങ്കര മെനക്കെടാ. അതെയാ, ഒരു പുസ്തകവും വായിച്ചിട്ടുണ്ടായില്ലേ നിങ്ങള്? അല്ല, റമദാൻ മാസം ആയാലും ഖുറാനൊക്കെ എടുക്കല്. ഖുർആൻ. ഓക്കെ, പിന്നെ പിന്നെ ഏത് പുസ്തകം അറിയാം നിങ്ങൾക്ക്? പിന്നെ ഞങ്ങളെ സാമൂഹ്യ ബാലപാഠം, പിന്നെ ഇംഗ്ലീഷിന്റെ പുസ്തകം. വെരി അല്ലേ? ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫർസാന ഇവരൊക്കെ വായിക്കാറില്ല ബുക്ക്? മടിയന്മാരാ, ഞാൻ മാത്രം വായിക്കണുള്ളൂ. അതെ അതെ അതെ. എംപിച്ചി ആ ഫർസാനൊക്കെ വായിക്കാറില്ലേ നിങ്ങളെ കഥ? ക്ലാസ് ചിരിച്ചിരിക്കും. ഓള് വെറും ഉടായിപ്പാ. അതെ അതെ. എംപിച്ചി എന്തെന്തും ഉണ്ടാത്ത കഥ എനിക്ക് വായിക്കാറില്ലേ? നോമ്പ് തലക്കുടിച്ച് കിളി പോയി ആ, ഉത്തരവ്. ഓക്കെ, ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പറ. ഓക്കെ, ഏതൊക്കെ കഥകൾ അറിയാം? ആ, രാജാവിന്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ രാജ്ഞിന്റെ കഥ വായിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഓക്കെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് പറ. വായിച്ച ഒരു പുസ്തകത്തിന്റെ പേര് പറ. പന്തയം വെച്ച കഥ, ആമയും മുയലും. അല്ല, കേൾക്കുന്നില്ല, എന്താ? ഏത്? കേട്ടില്ല. ബാലഭൂമി കഥ. ബാലഭൂമി. ഓക്കെ, ബാലഭൂമി, വെരി ഗുഡ്. ബാലഭൂമിയിൽ അല്ലേ? ബാലഭൂമിയിലെ ഓക്കെ. മാജിക് മാലു വായിക്കാറുണ്ടോ? മാജിക് മാലു. ആ, അപ്പൊ ഈ മാജിക് കഥ മാലു വായിക്കുമ്പോ എന്താ ഇഷ്ടം? കഥ വായിക്കാൻ എന്താ ഇഷ്ടം? കഥ വായിക്കുമ്പോൾ എന്താ തോന്നാറുള്ള കഥയില്? പ്രത്യേക ഇഷ്ടം ഉണ്ടാകാൻ കാരണം എന്തൊരു കഥ? ആ, കഥ വായിക്കുമ്പോഴാണ് ഇഷ്ടം അല്ലെങ്കിൽ കാണുമ്പോഴാണ് കൂടുതൽ രസം? കഥ ഉം വായിക്കാനും ഇഷ്ടം, കേൾക്കാനും. വായിക്കാൻ ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം. അല്ല, അതെ, ഓക്കെ. നിങ്ങൾക്ക് ആ വായിക്കുന്ന കഥാപാത്രങ്ങളെ ഇഷ്ടമാണോ? കഥാപാത്രങ്ങളെ ഒരു കഥ പറ. മാജിക് മാലു ഇഷ്ടാണോ? ഇഷ്ടാണോ? ബാലഭൂമിയിൽ ടീച്ചറെ, ഇഷ്ടപ്പെട്ട ഒരു കഥ പറ. ബാലഭൂമിയിൽ ഇഷ്ടപ്പെട്ട ഒരു കഥ പറ. ഏത് കഥാപാത്രമാണ് ഇഷ്ടം? ഓർമ്മ മായാവി.
മായാവി. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് മായാവി അത്ര ഇഷ്ടം? മായവി ഭയങ്കര രസല്ലേ? ഓൻ എത്ര കുപ്പിയിലാക്കിയാലും പുറത്തു കിടും. ഒരു പ്ലാസ്റ്റിക് കുപ്പി വെരി ഒരു ഗുഡ്. നേരെ വാങ്ങിയില്ല, എന്നും ഇതിന്റെ കുപ്പിയാണ്. അതെ അതെ അതെ, മായാവി നമുക്ക് ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ ടീച്ചർക്ക് ലുട്ടാപ്പിയാണ് ഇഷ്ടം, കാരണം ലുട്ടാപ്പിക്ക് ഒരുപാട് വികൃതികൾ ഒപ്പിക്കും അല്ലേ? എന്നിട്ട് ലുട്ടാപ്പിന്റെ തമാശകളാണ് ടീച്ചർക്ക് ഇഷ്ടം. അങ്ങനെ നമ്മ വായിക്കുന്ന ഓരോ പുസ്തകത്തിൽ ഓരോ കഥാപാത്രങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവും അല്ലെ? അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും, നമുക്ക് ആ ഒരു കഥാപാത്രത്തോട് ഇഷ്ടമുണ്ടാവും. ഇങ്ങനെ കഥകള്, നോവലുകള്, പിന്നെ കവിതകളെല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. അതില് ഒരു പ്രശസ്തമായ ഒരു നോവലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വെച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? അറിയോ? അറിയാം. പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, വീഡിയോ പ്രസന്റ് ചെയ്യാം. ഓക്കെ, മതിയോ സർ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാം, എന്നിട്ട് ഓക്കെ. കഥയും മെയിൻ കഥാപാത്രത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കാം. അല്ല, ഇൻട്രോ കൂടുതലായിട്ട് മാത്രം മതി. പറയാനൊക്കെ ഓർമ്മയില്ല. ഇപ്പൊ നമുക്ക് മതിയല്ലോ അല്ലെ? നമുക്കിപ്പോ ഇതിലേ ഒരു ഇൻട്രോ മാത്രം, ഇൻട്രൊഡക്ഷൻ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോ മാത്രം പറയലല്ല. ആ ഒരു ഇൻട്രോ കേൾക്കുമ്പോൾ കുട്ടികൾ എന്താവണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ മൊത്തം ഇൻസ്പയർഡ് ആവണം. നമ്മുടെ ക്ലാസ് കേൾക്കാനും നമ്മുടെ അറ്റൻഡ് ചെയ്യാനും മൊത്തം കേട്ടിരിക്കാനും ഇൻസ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഇപ്പൊ നമ്മൾ കഥ വായിക്കാൻ ക്വിസ് മോഡൽ കൊണ്ടുപോകാം, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറച്ച് സാധനങ്ങൾ കണക്റ്റാക്കാം, അല്ലെങ്കിൽ ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻട്രോ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഇരിക്കണം. ഇരിക്കൂലേ? ഇപ്പൊ നിങ്ങൾ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കാന്ന് വിചാരിക്കും. നിങ്ങൾ പാരന്റിങ് എന്നുള്ള, നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് പാരന്റിങ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോകണം. ഓക്കെ രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എഫക്റ്റീവ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കരുത്. അപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുക. നമ്മൾ ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുക അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് കുറച്ച് കേസുകൾ നമ്മൾ പറയാം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പിന്നെ പത്രത്തിൽ നമ്മൾ കണ്ടു, ഒരു കുട്ടി രക്ഷിതാവിനെ ഒട്ടിക്കൊന്നു, മറ്റൊരു കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു. ഇതിൻ്റെയൊക്കെ റീസൺ എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് മാറ്റം വരേണ്ടത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാ? അപ്പൊ ആരൊരാൾ പാരന്റിങ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ എഫക്റ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടീനെ മാനേജ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താ? ആ കുട്ടിക്ക് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകും. ആ കുട്ടിക്ക് ഇപ്പൊ ഫാദറിന്റെ പേര് അറിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഫാദറിന്റെ പേര് ഓക്കെ മുജീബ്, അപ്പൊ നമുക്ക് അതെങ്ങനെയാ എഴുതാൻ പഠിക്കുക? അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് അറിയുന്ന പേരെന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പാട്ടോ, ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ ഉണ്ടാക്കിയതിന് ശേഷം വേണം മുജീബിന്റെ മാ എഴുതല്. അല്ലാതെ മോനെ മാ വരച്ചേ, മാ കുത്തിട്ടേ, മാ, ഇതല്ല. ദ ഡിസയർ ടു ക്രിയേറ്റ് ഹൗ, ആ ഒരു ഡിസയർ അവൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇതിൽ യുവൈരി ഒരുപാട് എല്ലാത്തിനും റീഎൻഫോഴ്സ്മെന്റ് ചെയ്തു. അടിപൊളി, ഗുഡ് 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 ഗുഡ്. ഇത് ശരിക്കും നമ്മൾ പറഞ്ഞ് പഠിച്ചില്ലെങ്കിൽ നമ്മളെ നാക്കിൽ വരികയില്ല. ക്ലിയർ ആയോ? നമ്മൾ റെമഡി കൊടുക്കുമ്പോൾ എപ്പോഴും ഗുഡ് ഓക്കെ ഗുഡ് ഗുഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ മാത്രമേ കണ്ടിന്യൂഷൻ വരില്ല, കണ്ടിന്യൂഷൻ വരില്ല. ക്ലിയർ? അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച ഇൻട്രൊഡക്ഷൻ സ്കില്ലാണ്. നിങ്ങൾക്ക് ഞാൻ ടാസ്ക് തരികയാണ്, നിങ്ങളൊരു 3 ടോപ്പിക്കിന് ഇൻട്രൊഡക്ഷൻ സ്കില്ലൊന്ന് എഴുതിയിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാൻ. അത് നമുക്ക് ഓഫ്ലൈൻ സൺഡേ നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. സൺഡേ പ്ലാൻ ചെയ്യാം. രാവിലെ തുടങ്ങുക, ഒരു 8:30 തുടങ്ങുക, 9 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് ഒരു 12 ക്ലാസ്. നമുക്ക് എല്ലാവരും താല്പര്യപ്പെടുകയാണ് അന്ന് ഇഫ്താർ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത് വെക്കാം. എത്ര പേർക്ക് വരാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ഇഫ്താറും സെറ്റാക്കാം. പോരെ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.